നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യാഴത്തിൻ്റെ രാശിമാറ്റം സംഭവിക്കാൻ പോവുകയാണ് ഈ വരുന്ന 18-ാം തീയതി. കർക്കിടകം രാശിയിലേക്കാണ് വ്യാഴം പ്രവേശിക്കുന്നത്. ഇത് 12 രാശിക്കാർക്കും വളരെയധികം ഗുണകരമായ ഫലങ്ങളെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത്. സർവകാര്യ വിജയമുണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സൗഖ്യമുണ്ടാകും, കീർത്തി വന്നു ഭവിക്കും, കർമ്മമേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്, ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. മൊത്തത്തിൽ ഒരു ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം വന്നു ചേരും. വ്യാഴമാണ് തെളിയുന്നത്. സാമ്പത്തികമായിട്ടുള്ള വളരെ വലിയ മാറ്റം അതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. സാമ്പത്തിക ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെയും അകന്നു മാറും. 12 രാശിക്കാർക്കും ഈ മാറ്റം ഉണ്ടാകുന്നുണ്ട്. എങ്കിലും അതിൽ വരുന്ന 4 രാശിക്കാർക്ക് ഇത് ഏറെ ഗുണകരമായ സമയമായിരിക്കും എന്ന് വിശേഷിപ്പിക്കാം. ഈ വരുന്ന ഒക്ടോബർ 18 മുതൽ എല്ലാ മേഖലകളിലും ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ അറിയാൻ സാധിക്കും. ഈ പറയുന്നതല്ല, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുമ്പോഴാണ് ഇതിന് പ്രാധാന്യം വർദ്ധിക്കുന്നത്. ഇതൊക്കെയും അനുഭവത്തിൽ വരുന്ന സമയമാണ്. വ്യാഴത്തിൻ്റെ പ്രീതി ലഭിക്കുക എന്നത് ചില്ലറ കാര്യമല്ല. ഇവിടെ എല്ലാ നക്ഷത്രക്കാർക്കും മാറ്റമുണ്ടാകും. എങ്കിൽ പോലും 4 രാശിക്കാർക്കായിരിക്കും കൂടുതൽ അഭിവൃദ്ധി വന്നു ചേരുന്നത്. പല മേഖലകളിൽ നിന്ന് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം, ധനാഭിവൃദ്ധി പ്രതീക്ഷിക്കാം, സന്തോഷ വാർത്തകൾ ശ്രവിക്കാൻ ഭാഗ്യമുണ്ടാകും. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങളെ തേടിയെത്തും ഈ വരുന്ന 18-ാം തീയതി മുതൽ. അപ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം. അത് പൊതുവായി പറയേണ്ട കാര്യമായതുകൊണ്ട് തന്നെയാണ് അവസാനം പറയാമെന്ന് മാറ്റിവെക്കുന്നത്. അപ്പോൾ ആ 4 രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ രാശി മിഥുനം രാശിയാണ്. മിഥുനം രാശിയിൽപ്പെട്ട മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ധനം ധാരാളമായി വന്നു ചേരും. കുടുംബത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായി നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയം. ശത്രുത മനോഭാവത്തോടു കൂടിയുള്ള ശത്രുക്കളുടെ ശല്യം പല രീതിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വസ്തുതർക്കമാകട്ടെ, അതിർത്തി തർക്കമാകട്ടെ, അയൽക്കാർ തമ്മിലുള്ള പ്രശ്നം, അങ്ങനെ പല വിധേനയുള്ള പ്രശ്നം. കൂടാതെ കർമ്മ മേഖലയിലും ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് മാറ്റമുണ്ടാകും. അപ്രതീക്ഷിത ധന നേട്ടമുണ്ടാകുന്ന സമയമാണ്. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും, സമാധാനം, ഐക്യം. കുടുംബത്തിൽ ആരെങ്കിലും അസുഖത്താൽ വലയുന്നെങ്കിൽ ആ അസുഖങ്ങളൊക്കെ മാറും. നിങ്ങൾ വസിക്കുന്ന കുടുംബത്തിൽ നിങ്ങൾക്ക് ചുറ്റുമാരൊക്കെയുണ്ടോ അവർക്കൊക്കെയും സമാധാനം വന്നു ചേരുന്നതാണ്. രോഗാരിഷ്ടതകൾ കൊണ്ട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിൽ നിന്ന് മോചനമുണ്ടാകും. കടങ്ങളൊക്കെ മാറുന്നതാണ്. പൂർണ്ണമായി എല്ലാം തീർക്കാൻ സാധിക്കുമെന്നല്ല, ഒരു പരിധിവരെ നിങ്ങളെ ഇപ്പോൾ നിലവിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന കടങ്ങൾക്ക് ഒരു മോചനം, അല്ലെങ്കിൽ ആ കടങ്ങളിൽ നിന്നൊരു മോചനം നിങ്ങൾക്കുണ്ടാകും. ചില സ്ഥാനമാറ്റങ്ങൾ, ഉയർന്ന പദവികളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ചില ആളുകൾക്ക് ലോണൊക്കെ സാങ്ഷൻ ആവാത്തതിനാൽ വീട് പണി മുടങ്ങി കിടക്കുന്നവരുണ്ടാകും. വിദ്യ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ട്. ചിലപ്പോൾ വിവാഹം വരെ ലോണ് സാങ്ഷനായി കിട്ടാത്തതിനാൽ തടസ്സത്തിലായിട്ടുള്ളവരുണ്ടാകും. അപ്പോൾ ആ തടസ്സങ്ങൾ മാറും. ഇവിടെ വ്യാഴമാണ് അനുകൂലമാകുന്നത്. നിങ്ങൾ വെറുതെ ഇത് കേൾക്കുകയല്ല വേണ്ടത്. വ്യാഴത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുമ്പോൾ സർവ്വകാര്യ വിജയമാണ്. സർവ്വകാര്യമെന്ന് വെച്ചാൽ എല്ലാ മേഖലകളിലും ഒരു മാറ്റം നിങ്ങൾക്ക് ദൃശ്യമാകുന്നതാണ്. വ്യാഴപ്രീതികരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇവിടെ ഉത്തമമായ വിവാഹ ആലോചനകൾ വരെ നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള ഭാഗ്യം കൂടിയാണ് ഒക്ടോബർ 18 മുതൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം നിമിത്തം തുടങ്ങാൻ പോകുന്നത്. കർക്കടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്കും ഒക്ടോബർ 18 മുതൽ മാറ്റത്തിൻ്റെ സമയം തുടങ്ങുകയാണ്. കാരണം വ്യാഴം വളരെയധികം ഗുണകരമായിട്ടാണ് മാറുന്നത്. സന്താന സൗഭാഗ്യത്തിനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. സന്താനങ്ങൾ നിമിത്തം ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ക്ലേശങ്ങളൊക്കെ ഒഴിഞ്ഞ് സന്താനങ്ങൾ നിമിത്തം സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നതിനാൽ തന്നെ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും. സന്താനങ്ങൾ നിമിത്തം ഒരുപാട് കാര്യങ്ങൾ, അവരുടെ വിദ്യാവിജയം കാണാനുള്ള ഭാഗ്യം, അവരുടെ ജോലി, അവരുടെ വിവാഹം, അവർ ഉന്നത നിലയിലേക്ക് എത്തുന്നതൊക്കെ കാണുവാനുള്ള ഭാഗ്യവും മാതാപിതാക്കൾക്ക് വന്നു ചേരുന്നതാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ പറഞ്ഞ് തീർപ്പാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഐശ്വര്യ സമയമാണ് തുടങ്ങുവാൻ പോകുന്നത്. ഭാഗ്യസ്ഥാനത്താണ് ദൃഷ്ടി പതിയുന്നത്. അതിനാൽ തന്നെ ഭാഗ്യം എല്ലാ മേഖലകളിൽ നിന്നും ആശ്രയമായി നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് കൂടെ ഉണ്ടാകുന്നതാണ്. ഉത്തമ മംഗല്യഭാഗ്യം, ഉത്തമ വിവാഹാലോചനകൾ, ആ വിവാഹം ഉത്തമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭാഗ്യമൊക്കെ ഇവിടെ വ്യാഴം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. പൊതുവെ പറയുകയാണെങ്കിൽ ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളെ ആയിരിക്കും നൽകാനായി പോകുന്നത്. ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാർക്കും
ഇവിടെ ഭാഗ്യം നടക്കാൻ പോവുകയാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നത് ഒരു വലിയ ടാസ്ക്കാണ്. ഇവിടെ ആ ടാസ്ക് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ പടിപടിയായി ഭഗവാൻ നടത്തി തരുന്ന സമയമാണ്. ആശയവിനിമയത്തിനുള്ള ഒരു കഴിവൊക്കെ വർദ്ധിക്കുന്ന സമയം. പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. അത് വളരെയധികം ഗുണകരമായ ഫലങ്ങളായിരിക്കും. ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കണം. പലവിധ തടസ്സങ്ങളാൽ വലയുന്ന ആളുകൾ ആ തടസ്സങ്ങളൊക്കെ മാറി ഉത്തമ ജോലി ലബ്ധി ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും സമ്പത്തും വർദ്ധിക്കുന്നതാണ്. ദൈവാധീനം വേണ്ടുവോളം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. വ്യാഴമാണ് അനുഗ്രഹിക്കുന്നത്. സന്താനങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും. അവരുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കുമുണ്ടാകും. ഉത്തമ വിവാഹ ആലോചനകളൊക്കെ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ നിലയിലേക്ക് മക്കളെ വിവാഹിതരാക്കി അയക്കുവാൻ നിങ്ങൾക്ക് മാതാപിതാക്കളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരായ അവിവാഹിതരായ ആളുകളാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉത്തമ ഭാഗ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കും, ഇവിടെ വ്യാഴമാണ് രാശിമാറ്റം നടത്തുന്നത്. വ്യാഴം എന്ന് പറഞ്ഞാൽ എല്ലാവിധ ഭാഗ്യങ്ങളും നൽകുന്ന കാരകനായ ഗ്രഹമാണ്. അപ്പോൾ ഇവിടെ വളരെ ഭാഗ്യസമയമാണ് 18-ാം തീയതി മുതൽ നിങ്ങൾക്ക് തുടങ്ങുന്നത്. ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാർക്കും ഭാഗ്യസമയം തുടങ്ങുന്നു. സൗഭാഗ്യങ്ങൾ ധാരാളമായി വന്നു ചേരും. പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും. അപ്രതീക്ഷിത മേഖലകളിൽ നിന്നൊക്കെ ധനം നിങ്ങളെ തേടിയെത്തുന്നതാണ്. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ ആ വിദേശ യാത്രാ ഭാഗ്യം കാണുന്നുണ്ട്. നഷ്ടപ്പെട്ടു എന്നൊക്കെ കരുതിയ ധനം തിരികെ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. എന്തെങ്കിലും നിലവിലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകൾ, ദേഹാസ്വാസ്ഥ്യങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായ ഒരു മോചനം ഉണ്ടാകുന്ന നല്ല ഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ് തുടങ്ങാൻ പോകുന്നത്. അതായത് 18-ാം തീയതി മുതൽ. ഇവിടെ വ്യാഴം അനുകൂലമാണ്, ദൈവാധീനമുണ്ട്. എങ്കിലും നമ്മൾ വ്യാഴപ്രീതികരമായ കാര്യങ്ങൾ കൂടുതൽ ചെയ്താൽ ഈ ഫലങ്ങൾ പൂർണ്ണമായി നമ്മളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതിനാൽ തന്നെ ഈ പറഞ്ഞ 12 നക്ഷത്രക്കാരും വ്യാഴാഴ്ച വ്രതം എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. കൂടാതെ നാരായണീയം, നാരായണ കവചം, ലക്ഷ്മി നാരായണ സ്തോത്രം, വിഷ്ണു സഹസ്രനാമം മുതലായ സ്തോത്രങ്ങൾ പാരായണം ചെയ്യണം. നല്ല രീതിയിലുള്ള ഉറച്ച ഭക്തിയോടുകൂടി നിങ്ങൾ പാരായണം ചെയ്താൽ ഇവിടെ വ്യാഴത്തിൻ്റെ ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മഹനീയമായ സമയങ്ങളെ ആയിരിക്കും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ ദിവസവും ചൊല്ലുന്നതാണ് എന്നറിയാം. എങ്കിലും ഇവിടെ 18-ാം തീയതി മുതൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഉറച്ച ഭക്തിയോടുകൂടി വീണ്ടും വ്യാഴത്തെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ ഇരട്ടി ഭാഗ്യവും ഇരട്ടി നേട്ടവും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. കൂടാതെ അടുത്ത് മഹാവിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ മഹാവിഷ്ണു ഭഗവാന് മഞ്ഞ പട്ടുടയാട കൂടി നിങ്ങൾ സമർപ്പിക്കാനായിട്ടൊന്ന് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ്. അതായത് എന്തൊക്കെയാണ് ദാനധർമ്മം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പഞ്ചസാര ചെയ്യാവുന്നതാണ്, മഞ്ഞൾ ദാനം ചെയ്യാവുന്നതാണ്, അതേപോലെ തന്നെ നാരങ്ങ ദാനം ചെയ്യാം. കൂടാതെ മഞ്ഞ വസ്ത്രം ദാനം ചെയ്യുന്നതൊക്കെ ഈ ഒരു സമയം കൂടുതൽ വ്യാഴപ്രീതി നമ്മളിലേക്ക് എത്തി ഗുണകരമായ ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് കാരണമാകും. അപ്പോൾ ഏവരും സന്തോഷമായിരിക്കുക. ഈ വരുന്ന 18-ാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ ക്ലേശങ്ങളും മാറും. ഭഗവാൻ മഹാവിഷ്ണുവിനെ മുറുകെ പിടിച്ചുകൊള്ളൂ, പ്രാർത്ഥിച്ചുകൊള്ളൂ. ഈ പറഞ്ഞ നാരായണീയം, നാരായണ കവചം, ലക്ഷ്മി നാരായണ സ്തോത്രം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെയധികം ഭക്തിയോടുകൂടി നിങ്ങൾ പാരായണം ചെയ്യൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മഹനീയമായ ഭാഗ്യ സമയങ്ങൾ തന്നെ ഭഗവാൻ നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നതാണ്. നന്ദി.